ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മുടെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ചാൽ ഒരാളുടെ ലൈഫ് അല്ലെങ്കിൽ അയാളുടെ ലവ് സ്റ്റോറി പറയലാണ് എൻ്റെ ഇന്നത്തെ മെയിൻ പണി. എനിക്ക് അറിയാവുന്ന ഒരാളുടെ ലവ് സ്റ്റോറി പറയലാണ് എൻ്റെ. പുള്ളിയുടെ പേരോ അഡ്രസ്സോ ഒന്നും ഞാൻ പറയുന്നില്ല. പുള്ളിയുടെ കൺസേണോട് കൂടി തന്നെയാണ് പറയുന്നത്. അതൊരു ലവ് സ്റ്റോറിയാണ്, ആ പ്രായത്തിലുണ്ടായതൊരു ലവ് സ്റ്റോറിയാണ് എന്നൊന്നും പറയാനുള്ളൊരു എന്താ പറയുക, ഒരു പറയാൻ പറ്റത്തില്ല. ആ സമയത്ത് നമുക്കുണ്ടാവുന്നൊരു ഫീലിങ്സ്, അത് ലവ് സ്റ്റോറി, അത് ഒന്നൊന്നും നമുക്ക് പറയാം. ലവ് ആണ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ആ സമയത്ത് ചെറിയ കുട്ടികളായിരുന്നു. അതുകൊണ്ടാണ് ഈ പറയുന്ന വ്യക്തി, ഈ ലവ് സ്റ്റോറിയിലുള്ള ആൾ ആ സമയത്ത് ചെറിയ കുട്ടിയാണ്. പക്ഷേ അവർ സ്നേഹിക്കുന്ന ആൾ കുറച്ച് പ്രായമുള്ള, അല്ലെങ്കിൽ പുള്ളിക്കാരത്തെക്കാട്ടിലും 4-5 വയസ്സ് പ്രായമുള്ള ഒരു വ്യക്തിയാണ്. എൻ്റെ ഈ ഫ്രണ്ട് സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്, ഈവൻ നമ്മൾ ശ്രദ്ധിക്കണം, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവൾക്ക് വീടിനടുത്തുള്ളൊരു പയ്യനുമായിട്ട് ഇഷ്ടം തോന്നി. അപ്പം പുള്ളിയെ കാണും. പുള്ളിയുടെ ഫാദറിന് ചെറിയ ജോലിയാണ്. അപ്പോൾ പുള്ളിയുടെ ഫാദറിനെ സഹായിക്കലാണ് അയാളുടെ ജോലി. അയാൾക്കല്ലാണ്ട് വേറെ ജോലിയൊന്നുമില്ല. അച്ഛൻ്റെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ചെറിയ ജോലിയാണ്. അപ്പം ആ ജോലി സഹായിക്കുന്ന, അപ്പോൾ രാവിലെ ഇയാൾ ബൈക്കിൽ പോവും. ഭയങ്കര മറ്റേ പൾസർ പോലത്തെ എന്തോ, എനിക്കറിയത്തില്ല എന്തോ പറയണ്ടേന്ന്, അങ്ങനത്തെ ഫ്രീക്കന്മാരുടെ വണ്ടിയാണ്. അപ്പം ഇവളെ കാണും, ഇവളെ നോക്കും. അപ്പോൾ അവളും നോക്കും, ചിരിക്കും. അങ്ങനെ ഈ നോട്ടവും ചിരിയൊക്കെ ആയിട്ട് ഇവർ എന്താ പറയുക, പ്രേമത്തിലായി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടുപേരും സ്കൂളിലൊക്കെ, പുള്ളിക്കാരൻ സ്കൂളിൽ കാണാൻ വരുന്നു, അവൾ പുള്ളിയെ കാണാൻ പോകുന്നു. അങ്ങനെ ഭയങ്കര കടുത്ത ആരാധനയും പ്രേമവും എല്ലാം കൊണ്ടും പൊറുതിമുട്ടി ജീവിക്കുകയാണ്. അങ്ങനെ ഇവരെ ലവ് പോയിക്കൊണ്ടിങ്ങനെ ഇരിക്കുമ്പം വീട്ടിലറിഞ്ഞപ്പം ഭയങ്കര പ്രശ്നമായി. ഇവർ ഫോണൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോൺ വിളിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ടുപിടിച്ചു. അപ്പം അവളുടെ പാരൻസിനും ബുദ്ധിമുട്ട്, ഈ മോളിങ്ങനെ വഴിതെറ്റിപ്പോയല്ലോ എന്നാണ് അവരുടെ ചിന്ത. കാര്യം 8ാം ക്ലാസ് ഒക്കെയല്ലേ. അപ്പോൾ പാരൻസ് പറഞ്ഞു, പഠിക്ക്, പ്രേമിക്കാനുള്ള പ്രായമാണോ ഇത്, അപ്പോൾ പഠിച്ച് വല്ല ജോലിയും മേടിക്കാൻ നോക്കുമെന്ന് പറഞ്ഞു. 8ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കൊച്ചാണേ. അപ്പോൾ അവൾ ഓക്കെ ശരി പഠിക്കാം, ഇനി ഇങ്ങനെ ആവർത്തിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടും പിന്നെയും ഇത് തന്നെ ആവർത്തിച്ചു. മുന്നോട്ട് പോയി ഇയാൾ കാണാൻ വരും. പാരൻസ് അറിയാണ്ട് ഇവർ കറങ്ങാനൊക്കെ പോവും. എല്ലാം അവരുടെ ഇഷ്ടത്തിന് ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്നു. ഫോൺ വിളിക്കും. അങ്ങനെ തലേന്ന് രാത്രിയൊക്കെ ഫോൺ വിളിച്ചിട്ട് ഇവർ കിടക്കുവാണ്. തലേന്ന് രാത്രി പറഞ്ഞു, കിടക്കുവാവേ, ഉറങ്ങിക്കോ, നാളെ ഞാൻ വിളിക്കാം, നീ ഓക്കെ അല്ലേ, നാളെ നമുക്ക് എന്നും കാണുന്ന സ്ഥലത്ത് വെച്ച് കാണാം എന്നൊക്കെ പറഞ്ഞ് ഇവർ കിടന്ന് പിറ്റേ ദിവസം അവൾ എണീറ്റിട്ട് പതിവ് പോലെ ഗുഡ് മോർണിംഗ് ഒന്നും കാമുകൻ്റെ അടുത്തൊന്നും വരുന്നില്ല. എന്ത് പറ്റി ഗുഡ് മോർണിംഗ് ഒന്നും വരാത്തത്? സാധാരണ രാവിലെ എണീക്കുമ്പം വാവേ, എണീറ്റോ, കഴിച്ചോ, കുടിച്ചോ, കുളിച്ചോ എന്നൊക്കെ ചോദിക്കുന്ന കാമുകൻ രാവിലെ ആയിട്ടും മെസ്സേജൊന്നും അയക്കുന്നില്ല. അപ്പം ചിലപ്പോൾ എന്തെങ്കിലും ബിസി ആയിരിക്കുമെന്ന് വിചാരിച്ചു. ഉച്ചയായി, ഒന്നും കിട്ടുന്നില്ല, ഒരു ഇതുമില്ല. അപ്പം കാണാം, ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അവരുടെ അമ്മ, ഈ പെൺകുട്ടിയുടെ അമ്മ വന്നിട്ട് പറയാം, എടീ നീ പണ്ട് സ്നേഹിച്ച ചെക്കനില്ലയോ, ഒരുത്തല്ല നീളം ഉള്ള ഒരുത്തൻ, അവനൊരു പെണ്ണിനെ അടിച്ചുകൊണ്ട് വന്നടി, അവരെ കല്യാണം കഴിഞ്ഞ് ഇപ്പം പെണ്ണുമായിട്ട് വീട്ടിൽ വന്ന് കയറിയിട്ടുണ്ട്. 3 വർഷം കൊണ്ടുകിടന്ന പ്രേമമാണ്, വീട്ടുകാരെ പറ്റിച്ച് കൊണ്ടുകിടന്ന പ്രേമമാണ്. സത്യത്തിൽ അവൾക്ക് നല്ല വിഷമവും ദേഷ്യവും സങ്കടമൊക്കെ ആയി. അവൾ ആകെ തകർന്നു, ഡീം എല്ലാം ആയി. അപ്പം ഇത് ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഷെയർ ചെയ്ത് പറയുവാണ്. ഫ്രണ്ട്സും ഓക്കെ, എന്ത് ചെയ്യണം, എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണം, തമാശയായിട്ട് എടുക്കണോ അല്ലെങ്കിൽ കാര്യമായിട്ട് എടുക്കണോ ഒന്നും അറിയത്തില്ല. കോമഡി, സത്യത്തിൽ ഇതൊരു
നാറ്റക്കേസ് കോമഡിയാണ്. അങ്ങനെ അവനെ വിളിച്ചപ്പോൾ റെസ്പോണ്ടില്ല, കോള് കട്ട് ചെയ്ത് വിടുന്നു. ഫ്രണ്ട്സിൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചപ്പോൾ പറയാം അവൾ എഡ്യൂക്കേറ്റഡാണ്, വലിയ പെൺകുട്ടിയാണ്, നീ അങ്ങനല്ലല്ലോ, നീ ചെറിയ പെൺകുട്ടിയല്ലേ, നിനക്ക് ജോലിക്കൊന്നും പോകാനൊന്നും ടൈം കാണത്തില്ല, ജോലി ചെയ്യാനൊന്നും. അപ്പം എനിക്കെന്തുകൊണ്ടും ബെറ്റർ ഇവളാണ് എന്ന് കാമുകൻ അങ്ങ് ചിന്തിച്ച് കാമുകൻ ഒരു സമയത്ത് 2 വെള്ളത്തിൽ കാല് കയറ്റി, എന്നിട്ട് ഇവളെ തഴഞ്ഞു വിട്ടു, മറ്റേ വെള്ളത്തിൽ കയറി അങ്ങ് പോയി. അങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റോറി. ഇതിൻ്റെ ഗുണപാഠം എന്ന് പറഞ്ഞാൽ എന്താ പറയണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഇതാണ് എൻ്റെ സ്റ്റോറി. കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെനിക്ക് ലൈക്കും സപ്പോർട്ടും ഒക്കെ തരണം, സബ്സ്ക്രൈബും ചെയ്തേക്കണം. ഓക്കെ, ബൈ ബൈ.